ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ഡ്രീം ലേഡി ഡിസൈൻസ്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഈ സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ട് നോർമൽ നീഡിൽ നമുക്കൊരു ഫ്ലവർ ചെയ്ത് നോക്കാം. സിൽക്ക് ത്രെഡ് ഇത് 4 ചുറ്റാണ് കേട്ടോ ചുറ്റിയിട്ടുള്ളത്. 3, 4 ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചുറ്റാട്ടോ. അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഒരു ഔട്ടർ ലുക്ക് എന്ന് പറയുന്നത്. ചുരിദാറിൻ്റെ കളർ വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് റെഡാണ് കേട്ടോ. അതിൽ നല്ല ഗോൾഡൻ ഫ്ലവേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത്. ഫ്ലവേഴ്സ് നമ്മൾ ഒരു ടോപ്പിൽ സ്പ്രെഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. വെറും ടോപ്പിൽ മാത്രമാണ്, സ്ലീവിലോ അതുപോലെ പാൻറ്റ് ഷാളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിലൊന്നും വേറെ വർക്കൊന്നും കൊടുക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു ഓർഡർ എനിക്കൊരു അപ്രതീക്ഷിതമായിട്ട് കിട്ടിയൊരു ഓർഡർ തന്നെയാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ നാത്തൂനാണ്. അവൾ നമ്മളെ റെഡി സ്റ്റോക്ക് നോക്കാൻ വേണ്ടി കുറേ നമ്മളായിട്ട് ചാറ്റ് ചെയ്ത് അങ്ങനെ കോൺടാക്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെയാണ് നമ്മൾ കസ്റ്റമൈസിങ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കസ്റ്റമൈസിങ് മതി, ഇതിന് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇതെന്താ ഏറ്റെടുക്കുകയായിരുന്നു കേട്ടോ. എൻ്റെ ഹെൽത്ത് ഓക്കെ അല്ലാത്തതുകൊണ്ട് റിസ്ക്കുള്ള വർക്കുകളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ സിമ്പിൾ വർക്ക് തന്നെയാണ് കേട്ടോ ആൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കസ്റ്റമർക്കും വലിയ ഡിമാൻഡുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ഡാർക്ക് റെഡ് ആവണം ക്ലോത്ത്, അതുപോലെ തന്നെ ഇതുപോലെ ഗോൾഡൻ വർക്ക് ഫ്ലവേഴ്സും കൂടെ ചെയ്യണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫ്ലവേഴ്സ് ഏതായാലും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ സിമ്പിൾ ഫ്ലവേഴ്സാണ് കേട്ടോ. ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ മോഡൽ പിക്കുകളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ഫ്ലവേഴ്സാണ് കേട്ടോ കസ്റ്റമർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ സാഹചര്യം മനസ്സിലാക്കി സിമ്പിൾ ഫ്ലവേഴ്സ് സെലക്ട് ചെയ്താണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതിലേറെ വലിയ കട്ടിയുള്ള ഫ്ലവേഴ്സുകളായിരുന്നു ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആൾ സിമ്പിളിനോട് ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ സിമ്പിൾ ഫ്ലവേഴ്സാണ് കേട്ടോ സെലക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്കും പണി ഈസി ആയിട്ടുണ്ടായിരുന്നു. ഒട്ടുമിക്ക ആളുകളും ജോർജറ്റ് ക്ലോത്ത് തന്നെയാണ് കേട്ടോ ചൂസ് ചെയ്യാറുള്ളത്. ഇവർക്ക് ജോർജറ്റ് വേണ്ടാന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജോർജറ്റ് അല്ലാത്ത ഏത് ക്ലോത്തിൽ ചെയ്താലും അവർ കംഫർട്ടാണെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ റയോണൊക്കെ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ നമുക്കത് എപ്പോഴും ചൊളിഞ്ഞ് നിൽക്കുന്ന ഒരു ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ അതിൽ വർക്ക് ചെയ്താൽ അത്രയ്ക്കൊരു പെർഫെക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വിചിത്ര സിൽക്കാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫ്ലവേഴ്സ് ചെയ്യുന്നതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മുന്നേ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലൊന്ന് പോയി കണ്ടു നോക്കണേ. എന്നോട് ഇപ്പോഴും പലരും ചോദിക്കാറുണ്ട് കേട്ടോ, ഈ ചെറിയ മോർണിംഗ് കൊണ്ട് നീ എങ്ങനെയാണ് ഇതുപോലെ വർക്കുകളൊക്കെ ചെയ്ത് കസ്റ്റമേഴ്സിന് ആ സമയത്ത് കൊടുക്കാൻ പറ്റുന്നതെന്നൊക്കെ. എനിക്ക് അവരോട് ഒരു ഉത്തരേ പറയാനുള്ളൂ കേട്ടോ. ടൈമും സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് അല്ലേ. ഇപ്പോൾ കുട്ടികളായാലും അത് വീട്ടുജോലിയാണെങ്കിലും അതൊക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന എല്ലാവർക്കും കഴിയുന്നു. പക്ഷെ അതിനുവേണ്ടി പരിശ്രമിക്കാത്തവർക്കാണ് കേട്ടോ അതിന് കഴിയാത്തത്. കാരണം നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങൾ നമ്മൾ നിറവേറ്റാൻ എന്ത് ബുദ്ധിമുട്ടും അല്ലെങ്കിൽ എന്ത് തടസ്സവും നമ്മൾ നീക്കിയാണ്ട് ആ ഒരു സ്വപ്നം അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കൂല്ലേ. അത് ഏത് തടസ്സങ്ങളായിക്കോട്ടെ, അത് ഈ ഒരു കാര്യങ്ങളിൽ മാത്രമല്ല, ഏത് ആവശ്യങ്ങൾക്കും നമുക്ക് എന്തെങ്കിലും മുന്നിലൊരു തടസ്സം ഉണ്ടെങ്കിൽ അത് നികത്താൻ നമ്മൾ അതിനെന്തുവാണ് പോകും വഴി എന്ന് ആലോചിക്കൂലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മളെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ എത്ര ആളുകൾ നമ്മുടെ പിന്നിലുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാനാവുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി തന്നെ പരിശ്രമിക്കണേ. ഗോൾഡൻ കളർ ആയതുകൊണ്ടാണ് ഞാൻ ഈ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആംഗുലർ ത്രെഡൊക്കെ വെച്ചിട്ട് ഫ്ലവേഴ്സ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഫൈനൽ ലുക്കിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സ്ലീവിൽ നമ്മൾ ചെറുതായിട്ടൊരു ഗോൾഡൻ ലേസ് കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ടോപ്പ് ഫുള്ളായിട്ട് ഇങ്ങനെ ഈ ഫ്ലവേഴ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷാള് ഗോൾഡ് സ്കാലപ്പും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വർക്കുകളൊക്കെ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. നമുക്ക് ഓർഡർ തരേണ്ട വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.